മാം, ഞാനേ ഫസിലിന്റെ ഫാദറാണ്. പിന്നെ ഒരു കാര്യം, എന്തായാലും കരാട്ടെ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് കരുതിയതാണ്. കാരണം ഒന്നും പിള്ളേർ കുറേ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ അതന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് എവിടെ എത്തിയിട്ടൊന്നും ഇല്ല. അപ്പോൾ അത് ഒരു കാര്യം ഏറ്റെടുത്തത് അതൊന്ന് ക്ലിയർ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഈ കരാട്ടെ സാറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞേക്കണം. കാരണം വെറും ബെൽറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കല്ല. ബെൽറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അത് അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തണം പിള്ളേർ. ഇപ്പോൾ ഒരു യെല്ലോ ബെൽറ്റ് ആണെങ്കിൽ തന്നെ യെല്ലോൻ്റെ ഒരു ക്വാളിറ്റി കാണണം. ഇപ്പം ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിൻ്റെ ഒരു ക്വാളിറ്റി കാണണം. ഇതൊന്നും പിള്ളേരുടെ അടുത്തൊന്നും എനിക്ക് മോൻ്റെ നോക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടൊന്നും എത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവന് ബ്ലൂ ബെൽറ്റ് ഒക്കെയാണ്. പക്ഷേ ഒരു ഗ്രീനിൻ്റെ ഒരു ക്വാളിറ്റി പോലും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സാറിൻ്റെ അടുത്തൊന്ന് പറയണം, പിള്ളേർക്ക് ബെൽറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിപ്പെടണം. ഇപ്പോൾ മാസത്തിലൊരു 4 ക്ലാസ്സാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അപ്പോൾ വെറുതെ ബെൽറ്റുമ്പോൾ പോയിട്ട് ബാക്കി പിള്ളേരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ചിലപ്പം ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അത്. കാരണം വെറുതെ പിള്ളേർ ബെൽറ്റ് മാത്രം ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് കാര്യമൊന്നുമില്ല ശരിക്കും. അപ്പോൾ സാറിൻ്റെ അടുത്തൊന്ന് പറയണം കേട്ടാ. അപ്പോൾ ഞാൻ പുള്ളീൻ്റെ അടുത്തും പറയണമെന്ന് കരുതി തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ മാമിൻ്റെ അടുത്തൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഓൺലൈനിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അത് കേട്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ബെൽറ്റ് മാത്രമല്ല ഇതിൻ്റെ അടിസ്ഥാനം. പിള്ളേരെ അതിനനുസരിച്ച് രീതിയിലേക്ക് ട്രെയിൻ ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇനി ബെൽറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മാം.